ഹായ് ഗായ്സ്, വെൽക്കം ടു ദ ക്രോഷറ്റ് ഗേൾ വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു സൺഫ്ലവർ കീ ചെയിൻ ഉണ്ടാക്കുന്നത് എന്നാണ്. അപ്പോൾ ഞാനിവിടെ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, ബിഗിനർ ഫ്രണ്ട്ലി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമുള്ള സാധനം കുറച്ച് പഞ്ഞി ആൻഡ് ഹൂക്ക്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 3mm ഹുക്കാണ്. പിന്നെ ബ്രൗൺ കളർ യാൺ ആൻഡ് യെല്ലോ കളർ യാൺ, പിന്നെ ഒരു സിസേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബ്രൗൺ കളർ യാൺ എടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ മിഡിൽ പോർഷൻ ഉണ്ടാക്കാനാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് പഫിയാണ്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ സിന്തറ്റിക് കോട്ടൺ ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് യാൺ എടുക്കുക, മാജിക് റിംഗ് ചെയ്യാം. അപ്പോൾ ഞാൻ മാജിക് റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും സിംഗിൾ ക്രോഷ്യ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഡബിൾ ക്രോഷ്യ, ട്രിപ്പിൾ ക്രോഷ്യ, അതായത് എല്ലാ ബേസിക്സും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിൻ്റെ ട്യൂട്ടോറിയൽ സീരീസ് വീഡിയോസ് ഒക്കെ ഞാൻ ഷോർട്സ് ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടും ഇട്ടിട്ടുണ്ട്. അപ്പോൾ തുടർന്നും ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ മാജിക് റിംഗ് എടുക്കാം. എന്നിട്ട് 2 ചെയിൻസ് എടുക്കാം. അപ്പോൾ നമുക്ക് ഈ റിങ്ങിൻ്റെ അകത്ത് 12 ഡബിൾ ക്രോഷ്യ വേണം ചെയ്യാൻ. അപ്പോൾ ജസ്റ്റ് യാൺ ഓവർ ചെയ്യുക, പുറത്തേക്ക് എടുക്കുക. ദെൻ ഇതാണ് ഒരു ഡബിൾ ക്രോഷ്യ. ഇതേപോലെ നമുക്ക് 12 എണ്ണം വേണം. അപ്പം നമ്മൾ ആദ്യം ചെയ്ത ഈ 2 ചെയിൻസ് ഇല്ലേ, ഇത് ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇപ്പം നമ്മൾ ഒരെണ്ണം കൂടി ചെയ്തപ്പോൾ അപ്പോൾ 2 ഡബിൾ ക്രോഷ്യ. ഇനി ബാലൻസ് 10 ഡബിൾ ക്രോഷ്യ കൂടി നമുക്ക് ചെയ്യാം. 2 ഒന്നുകൂടി കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 10 and 11. ഒരെണ്ണം കൂടി ചെയ്യാം, 12. എന്നിട്ട് ഇതിനെ ജസ്റ്റ് വലിക്കുക, നമുക്കൊരു റിംഗ് ആയിട്ട് കിട്ടും. ഇതിനെ നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് ഇവിടെ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പം ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പം നമുക്ക് 12 ഡബിൾ ക്രോഷ്യ ചെയ്തല്ലോ. അപ്പം ഇനി ഓരോ സ്റ്റിച്ചിൻ്റെ അകത്തും നമുക്ക് 2 ഡബിൾ ക്രോഷ്യ വെച്ചിട്ട് ചെയ്യാം, അതായത് എല്ലാത്തിലും ഇൻക്രീസ് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് 2 ചെയിൻ എടുക്കാം. അപ്പം ഈ 2 ചെയിൻ എന്ന് പറയുന്നത് ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് അതിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇപ്പം 2 എണ്ണമായി, അപ്പോൾ ഇതൊരു ഇൻക്രീസ് ആണ്. ഒന്നും കൂടെ നെക്സ്റ്റ് ഇതിലേക്ക് നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. എഗെയിൻ സെയിം അതിലേക്ക് നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. എന്നിട്ട് എഗെയിൻ നെക്സ്റ്റ് ഹോളിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. എഗെയിൻ സെയിം അതിലേക്ക് തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. എഗെയിൻ നെക്സ്റ്റിലേക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യാം. എഗെയിൻ സെയിം ഹോളിലേക്ക് തന്നെ ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യാം. അങ്ങനെ 12 ഹോൾസിലും 12 ഇൻക്രീസ് വെച്ച് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഓക്കെ, ഇപ്പം എത്രണ്ണായി? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 ആയിട്ടുണ്ട്. ഇനി 2 എണ്ണത്തിലും കൂടി ഇടാനുണ്ട്. 21 22 23 24 ആയി കഴിയുമ്പോൾ ഇവിടുത്തെ ഈ
ഈ ബിഗിനിങ് ചെയ്തതിൻ്റെ അതിൽ നിന്ന് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. അപ്പം അങ്ങനെ നമ്മളുടെ ഒരു വൺ സൈഡ്, ഈ സൺഫ്ലവറിൻ്റെ ഒരു വൺ സൈഡാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് നമുക്ക് കട്ട് ചെയ്യാം. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഈ ഹോള് വലുതായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കെട്ടി കൊടുക്കാം. ഓക്കെ, അതപ്പോൾ അവിടെ ലോക്ക് ആയിക്കോളും. അപ്പോൾ ഇതേപോലത്തെ ഒരെണ്ണം കൂടി ഉണ്ടാക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഇതിൻ്റെ ഗുഡ് സൈഡും ഓപ്പോസിറ്റ് വരുന്ന രീതിക്ക്, ഓക്കെ, അതായത് രണ്ടിനും ബാഡ് സൈഡ്സ് അറ്റാച്ച് ആയിട്ട് ഗുഡ് സൈഡ്സ് പുറത്തേക്ക് ആവുന്ന രീതിക്ക് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഫസ്റ്റ് ഹോളിൽ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, അതിൻ്റെ തൊട്ടപ്പുറത്തേലേക്കും ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ. എന്നിട്ട് ഈ യെല്ലോ ത്രെഡ് വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന പോലെ നോക്കാം കേട്ടോ. യെല്ലോ ത്രെഡ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ 2 ചെയിൻ സ്റ്റിച്ചസ് എടുക്കാം. അപ്പം ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി ചെയ്യേണ്ടത് അടുത്ത നെക്സ്റ്റ് ഹോളിലേക്ക് ഒരു ഡബിൾ ക്രോഷേ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഹോളും ഇവിടുത്തെ ഈ ഹോളും അറ്റാച്ച് ചെയ്തിട്ട് ഈ ഹോളിലേക്കാണ് നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്യുന്നത്. ഓക്കെ, ഇനി സെയിം ഹോളിൽ നമുക്ക് ട്രിപ്പിൾ ക്രോഷേ ചെയ്യാം. അപ്പോൾ ഡബിൾ ക്രോഷേ ട്രിപ്പിൾ ക്രോഷേ ഒക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് സെപ്പറേറ്റ് വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് റെഫർ ചെയ്യുക കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഈ സെയിം ഹോളിലേക്ക് നമ്മൾ ഒന്നും കൂടെ ട്രിപ്പിൾ ക്രോഷേ ചെയ്യുവാണ്. അപ്പോൾ 2 ടൈംസ് ട്വിസ്റ്റ് ചെയ്തിട്ട് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ അതിന് ഔട്ട് സൈഡ് ആദ്യം ഫസ്റ്റ് 2ൻ്റെ ഔട്ട് സൈഡ് എടുത്തു, ദെൻ നെക്സ്റ്റ് 2ൻ്റെ ഔട്ട് സൈഡ് എടുത്തു, ഇനി നെക്സ്റ്റ് 2ൻ്റെ ഔട്ട് സൈഡ് എടുത്തു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് 2 ചെയിൻ എടുക്കുക. ഓക്കെ, ഇനി നമ്മളുടെ ഈ ഫസ്റ്റ് ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ജസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് എടുക്കുക. ഓക്കെ, എന്നിട്ട് എഗെയിൻ ഒരു ട്രിപ്പിൾ ക്രോഷേ സെയിം ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ആദ്യം ഫസ്റ്റ് 2ലേക്ക് എടുക്കുക, പിന്നെ നെക്സ്റ്റ് 2ൻ്റെ പുറത്തേക്ക് എടുക്കുക, പിന്നെ നെക്സ്റ്റ് 2ൻ്റെ പുറത്തേക്ക് എടുക്കുക. ഇനി സെയിം ഹോളിലേക്ക് ഒരു ഡബിൾ ക്രോഷയും കൂടി ചെയ്യാം. എടുക്കുക, എന്നിട്ട് ഒരു 2 ചെയിൻ എടുത്തിട്ട് നെക്സ്റ്റ് ഹോളിലേക്ക് ജസ്റ്റ് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. അപ്പം നമുക്ക് ഇങ്ങനൊരു ഇതളായിട്ട് കിട്ടും. അപ്പോൾ ഈ സെയിം പാറ്റേൺ നമുക്ക് എഗെയിൻ റിപ്പീറ്റ് ചെയ്യാം. അതായത് ആദ്യം 2 ചെയിൻ, ദെൻ 1 ഡബിൾ ക്രോഷേ ഇൻ നെക്സ്റ്റ് സ്റ്റിച്ച്, 1 ഡബിൾ ക്രോഷേ നെക്സ്റ്റ് സ്റ്റിച്ച്, എന്നിട്ട് ഒരു ട്രിപ്പിൾ ക്രോഷേ 2 ടൈംസ് ട്വിസ്റ്റ് ചെയ്തു, സെയിം ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്തു, പുറത്തേക്ക് എടുത്തു, എഗെയിൻ ഫസ്റ്റ് 2, ദെൻ നെക്സ്റ്റ് 2, ദെൻ നെക്സ്റ്റ് 2. ഇതാണൊരു ട്രിപ്പിൾ ക്രോഷേ. അപ്പം നമ്മൾ ആദ്യം 2 ചെയിൻ എടുത്തു, ഒരു ഡബിൾ ക്രോഷേ ചെയ്തു, ഒരു ട്രിപ്പിൾ ക്രോഷേ ചെയ്തു. ഇനി നമ്മൾ എഗെയിൻ 2 ചെയിൻ എടുക്കുന്നു, ഈ ഫസ്റ്റ് ചെയിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നു. ഓക്കെ, എഗെയിൻ നമ്മൾ സെയിം ഹോളിലേക്ക് ഒരു ട്രിപ്പിൾ ക്രോഷേ ചെയ്യുന്നു. എന്നിട്ട് എഗെയിൻ സെയിം ഹോളിലേക്ക് നമ്മളൊരു ഡബിൾ ക്രോഷേ ചെയ്യുന്നു.
എന്നിട്ട് 2 ചെയിൻ എടുക്കുന്നു. ദെൻ നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഇതളും റെഡിയായി. എഗെയിൻ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. 2 ചെയിൻസ് എടുക്കുന്നു. ഒരു നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുന്നു. ദെൻ സെയിം ഇതിലേക്ക് നമ്മൾ എഗെയിൻ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുന്നു. എന്നിട്ട് 2 ചെയിൻ എടുക്കുന്നു. ഫസ്റ്റ് ചെയിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നു. എഗെയിൻ നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുന്നു. എന്നിട്ട് എഗെയിൻ സെയിം സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുന്നു. എന്നിട്ട് 2 ചെയിൻ എടുക്കുന്നു. നെക്സ്റ്റ് ഹോളിലേക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ നമ്മളുടെ തേർഡ് ലീഫും റെഡിയായി. ഇങ്ങനെ നമ്മൾ ഇവിടെ വരെ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യും. ഇതേമാതിരി പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത ഈ സെയിം പാറ്റേൺ ആണ് ഓരോ ഇതിലും ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ആയപ്പോഴേക്കും നമുക്ക് ഈ ബ്രൗൺ ഇതെല്ലാം ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ സിന്തറ്റിക് കോട്ടൺ വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അഗൈൻ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് എതള് വരെ ചെയ്തു. ഇനി നമുക്ക് ഇതിൽ ഇതുപോലെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം കൂടി സെറ്റ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്യരുത്, ഇവിടെ വെച്ച് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഒരു 40 ചെയിൻസ് എടുക്കാം. ഓക്കെ, 3 4 5 6 39 40 ചെയിൻസ് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഇങ്ങനെയുണ്ടല്ലോ, അപ്പം ഇതിൻ്റെ ഈ എൻഡിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഒരു സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. എൻഡിൽ വരിക, എടുത്തിട്ട് വരിക. ഓക്കെ, എന്നിട്ട് വലിച്ചു പിടിച്ചിട്ട് ഈ പോർഷൻ കട്ട് ചെയ്യാം. ഇത് ജസ്റ്റ് ഇവിടെ ഒരു കെട്ട് പോലെ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്ത ത്രെഡും എൻഡ് ചെയ്ത ത്രെഡും തമ്മിൽ ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുക. അത് കുറച്ചും കൂടെ സെക്യൂർ ആവാൻ വേണ്ടിയിട്ടാണ്. ഈ എക്സ്ട്രാ വന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, നമ്മുടെ സൺഫ്ലവർ കീ ചെയിൻ റെഡി. അപ്പോൾ ഈ ട്യൂട്ടോറിയൽ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കുക. ഇനി വേറെ എന്തെങ്കിലും ട്യൂട്ടോറിയൽ വേണമെങ്കിലും ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവർ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഫീഡ്ബാക്ക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ.